വെൽക്കം ബാക്ക് ടു MST ലക്ഷ്യ ഓർണമെന്റൽ സ്റ്റുഡിയോ ആൻഡ് ഫാബ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു മംഗൽഗിരി ബോർഡർ വെച്ചിട്ടുള്ളൊരു ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ്. സോഫ്റ്റ് ചന്തേരി സിൽക്കിലാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മംഗൽഗിരി ബോർഡറാണ് വരുന്നത്. മൊത്തം ബോഡിയിൽ ഇങ്ങനെ ഒരു ലൈൻസ് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സറി ബോർഡർ വരുന്നുണ്ട്, കുറച്ച് തിക്കായിട്ട് പല്ലുവിൻ്റെ അറ്റത്ത്. അതുപോലെ തന്നെ പല്ലുവിൻ്റെ താഴെ തന്നെ അതേ കളറിൽ മാച്ചിങ് ആയിട്ട് ടാസിൽസ് വരുന്നുണ്ട്. വളരെ എലഗൻ്റ് ആയിട്ട് പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ വരുന്നൊരു ഒണിയൻ പിങ്ക് അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാരിയാണ്. ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈസി ടു ക്യാരി ആണ്. അതുപോലെ തന്നെ പ്ലീറ്റ് ചെയ്തിട്ടായാലും വൺ ലെയറിലും യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ ബ്ലൗസാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു ലിനൻ ബ്ലൗസാണ്. ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ച് ബ്ലൗസായിട്ട് വരുന്നത്. ഇതിനിപ്പോൾ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചബിൾ ബ്ലൗസാണ് ആസ് യൂഷ്വൽ. പക്ഷേ ഇതിൻ്റെ സാരിയുടെ കൂടെ വരുന്ന ബ്ലൗസ് എന്ന് പറയുന്നത് ഈ ഒരു ലിനൻ മെറ്റീരിയലിൽ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് പീസാണ്. നല്ലൊരു കേട്ടോ, ഇങ്ങനെ ഒരു എലഗൻ ഫീല് വരും നമ്മൾ ഈ ഒരു സാരി ഉടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്വല്ലറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സട്ടിൽ റോസ് ഗോൾഡിൻ്റെ ഒരു നെക്ലസ് ആണ് ഞാൻ ഇതിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഇയറിങ്ങും അവൈലബിൾ ആണ്. സോ ഈ ഒരു സാരി നിങ്ങളുടെ വാർഡ്രോബിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ പോകുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സട്ടിൽ പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൻസ ടിഷ്യൂവിൽ വരുന്ന ഒരു സാരിയാണ്. അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഉടുത്തിരിക്കുന്നത് ഫുൾ ആൻഡ് ഈ ഒരു കളറിലാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡിലാണ്, പക്ഷെ ബോഡി ഫുള്ളായിട്ട് ടിഷ്യൂ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലുവാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫുൾ വർക്കാണ് വരുന്നത്. നല്ലൊരു ഹാൻഡ് എംബ്രോയിഡറി ആണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സട്ടിലൊരു ആൻറ്റിക് സിൽവർ ഓർ ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. കുറച്ചൊരു ലൈറ്റർ സാരിയാണ്. അതുകൊണ്ട് തന്നെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലാച്ച വൺ ലെയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബനിയൻ സ്റ്റഫിലുള്ള അല്ലെങ്കിൽ ഒരുപാട് പോയിന്റഡ് അല്ലാത്ത ബ്ലൗസസ് അല്ലെങ്കിൽ റെഡി ടു വെയർ ബ്ലൗസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കത് വൺ ലെയർ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല അധികം പ്ലീറ്റ് എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡറാണ്. ഒരു അത്യാവശ്യം തിക്നെസ് വരുന്ന ഒരു ബോർഡർ ഈ ഭാഗത്തും താഴെയുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട് സാരിയിൽ. അതുപോലെ തന്നെ സാരി നല്ലൊരു ഇതിലാണ് വരുന്നത്. ഫുൾ ടിഷ്യൂ ആയതുകൊണ്ട് നല്ലൊരു പാർട്ടി വെയറിന് പറ്റിയതാണ്. കാരണം നമുക്ക് മൊത്തത്തിലൊരു ഗ്ലോ ഫീൽ ഉണ്ടാവും. നമുക്കൊരു ബ്ലഷിങ് ഫീൽ ഉള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഒന്നൊരു എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് ബ്രൗൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡിലുമാണ് വരുന്നത്. ഇതിലെല്ലാം നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കോംപ്ലക്ഷനും പറ്റിയ ഒരു ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ്രോബിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല പ്യോർ മൊഡാലിൽ വരുന്ന പ്ലെയിൻ കളർ സാരീസ് ആണ്. നമുക്ക് കുറേ അജ്രക് മൊഡാൽ കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്ലെയിൻ മൊഡാൽ വിത്ത് ഒരു ആൻറ്റി ഗോൾഡ് ബോർഡറിൽ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ കംഫർട്ടബിൾ ടു വെയർ. അതുപോലെ തന്നെ വളരെ ഒരു എന്താ സട്ടിലായിട്ടുള്ളൊരു സാരിയാണ്. അതുപോലെ തന്നെ ഉടുക്കാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് പ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പ്ലീറ്റ് ചെയ്യാതെയും നമുക്കിത് വെയർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലൗസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രൊക്കേഡ് ബ്ലൗസിലാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് മുമ്പ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളൊരു സ്ട്രെച്ചബിൾ ബ്ലൗസാണ്. ഒരു വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ടുള്ള ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സിൻസ് ഇതൊരു ലൈൻസ് ആയതുകൊണ്ട്
ഇതും അതുപോലെ തന്നെ മാച്ച് ചെയ്തു. ജ്വല്ലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കുറച്ചൊരു ജങ്ക് ആയിട്ടുള്ളൊരു പാലക്കാട് നെക്ക് പീസാണ്, കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളറാണ് കൊടുത്തത്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ഗ്ലാസ് ബാംഗിൾസും അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെട്ടിനാട് ജുംക്കിയും പെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഫുൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ടൊമാറ്റോ റെഡ് എന്നൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കളറാണ്, കുറച്ചൊരു ലൗഡ് കളറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആക്സസറൈസ് ചെയ്തപ്പോൾ കുറച്ചെല്ലാം ഓപ്പോസിറ്റ് ഷെയ്ഡിലാണ് ആക്സസറൈസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും. എല്ലാം റെഡ് ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു റെഡായും. അതുകൊണ്ട് ആക്സസറീസ് ഗ്രീൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കോ അതുപോലെ എന്തെങ്കിലും ഒരു ഡാർക്ക് കളറിൽ കോൺട്രാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അതർ ദാൻ റെഡ്, നല്ലൊരു ടീൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ കളറും കണ്ടോ, നല്ല ബ്ലൂ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഒരു പേസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ഒരു ഗ്രീനാണ്. നമുക്കിത് ഒലീവ് ഗ്രീനിനേക്കാളും കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ളൊരു ഗ്രീനാണ്. സോ മൊത്തത്തിൽ 3 ഷെയ്ഡ്സ് ആണ് നമുക്കിത് അവൈലബിൾ ആയിരിക്കുന്നത്. വളരെ ഈസി ടു ഡ്രീപ്പ്, കംഫർട്ടബിൾ ടു വെയർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. ഇതിൻ്റെ പല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനത്തെ സ്ട്രൈപ്സ് വരും. മൊത്തത്തിൽ ബോഡിയിൽ 2 സൈഡിലും ഇതേപോലത്തെ ലൈൻസ് ആണ് വരുന്നത്, സറി ലൈൻസ് ആണ് വരുന്നത്. വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു സാരി തന്നെയാണ്. ഈ ഒരു സാരി നിങ്ങളുടെ വാർഡ്രോബിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഇന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജൂട്ടിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ പ്രത്യേകത, യൂഷ്വലി നമ്മൾ ജൂട്ട് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഷൈനിങ് കുറവുള്ളൊരു മെറ്റീരിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ജൂട്ടിൽ തന്നെ ഒരു ടിഷ്യൂ മിക്സ്ഡ് മെറ്റീരിയലാണ്. അതായത് ഇതിൻ്റെ ബേസിൽ ഫുള്ളായിട്ടൊരു ഗോൾഡൻ സറി ഓവറോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ എലഗൻസ് കൂടും. നമുക്ക് എപ്പോഴും അറിയാം, ജൂട്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ഡൾ ഫിനിഷ് തരാൻ സാധ്യതയുള്ള സാരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സാരിയിൽ ഓവറോൾ ഒരു ചെറിയൊരു ഒരു ത്രെഡ്, ഒരു ഗോൾഡൻ ത്രെഡ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സാരിയിൽ വരുന്നൊരു സാരി ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഷൈനിങ് തന്നെ ഉണ്ടാവും. നമ്മുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. പ്രിന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജൂട്ടിൽ തന്നെ ഒരു ട്രഡീഷണൽ കലംകാരി പ്രിന്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ യൂഷ്വലി കലംകാരി പ്രിന്റ് എപ്പോഴും ലൗഡ് കളേഴ്സിലാണ് വരാറുള്ളത്, റെഡ്, മെറൂൺ, ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സിലാണ് വരാറുള്ളത്. പക്ഷേ ഈ ഒരു സാരിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പേസ്റ്റൽ കളേഴ്സിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ഒക്കെ കളർ ചെയ്തിരിക്കുന്നത്. പിന്നെ പല്ലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ സാരി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡർ വരുന്നത് ഇങ്ങനൊരു ബോർഡറാണ് വരുന്നത്, ഒരു ടെമ്പിൾ ബോർഡറാണ് വരുന്നത്. സോ ഒരു വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു ചെറിയ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണിത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രിൻറ്റഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഞാനിതിൻ്റെ കൂടെ സ്ട്രെച്ചബിൾ ബ്ലൗസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. ആക്സസറൈസേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡോൾക്കി ബീഡഡ് മാലയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. ഒരു റോസ് ഗോൾഡ് നെക്ക് പോലെ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഡോൾക്കി ബീഡ് വിത്ത് ഒരു ബ്ലാക്ക് ബീഡ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മാലയാണ്. കുറച്ച് ഷോർട്ട് ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മാലകൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ, അല്ലെങ്കിൽ പേൾ, അതുപോലെ അല്ലെങ്കിൽ ഡോൾക്കി അങ്ങനെയുള്ള മാലകളായിരിക്കും കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുക. ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഇതിൻ്റെ എത്ര അങ്ങോട്ട് നന്നാവില്ല. കാരണം സട്ടിൽ സാരി ആയതുകൊണ്ട് സട്ടിൽ ആയിട്ടുള്ള ജ്വല്ലറി ആയിരിക്കും, അല്ലെങ്കിൽ സട്ടിൽ കളറിൽ വരുന്ന ജ്വല്ലറി ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. ഈ സാരിയുടെ തന്നെ ഒരു വേറെ പ്രിൻ്റാണ് ഈ വരുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റ്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കുറച്ചൊരു ട്രഡീഷണൽ പ്രിൻ്റാണ്. ഇത് കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്നതാണ്. സോ ഫ്ലോറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു മെറ്റീരിയൽ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജൂട്ട് വിത്ത് ടിഷ്യൂ ബോർഡർ വരുന്ന അല്ലെങ്കിൽ മൊത്തം ടിഷ്യൂ വരുന്ന ഒരു സാരി എപ്പോഴും റെയർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിൻ്റെയും പല്ല് സിമിലർ ആണ്, ഇതേപോലത്തെ പല്ല് തന്നെയാണ് വരുന്നത്. ഒരു പ്രിൻറ്റഡ് ബ്ലൗസുമാണ് ഇതിന് അവൈലബിൾ ആയിരിക്കുന്നത്. സോ ഇതൊരു നല്ലൊരു പ്രിറ്റി കളറിൽ തന്നെയാണ്, സിൽവർ ടോണിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ വെയർ ചെയ്ത് അതേ കളർ തന്നെയാണ്. ഇനി വരുന്നത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജൂട്ടിൽ തന്നെ വരുന്ന ഒരു ടിഷ്യൂ ജൂട്ടിൽ വരുന്നൊരു ട്രഡീഷണൽ കലംകാരി പ്രിന്റ് വരുന്നൊരു സാരിയാണ്. ഇതിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതൊരു സിൽവർ ടിൻറ്റ് ആണെങ്കിൽ ഇതൊരു ഗോൾഡൻ ടിൻറ്റിലാണ് വരുന്നത്. കണ്ടോ, ഇത് വളരെ പ്രിറ്റി ആയിട്ടുള്ളൊരു സാരിയാണ്.
ഇങ്ങനെ വരും. ഓവറോൾ ഡിസൈൻ വരും, വലിയ ഡിസൈൻ. പല്ലു വരുന്നത് ഇങ്ങനെ വരും. നല്ല പല്ലുവാണ്. അതുപോലെ തന്നെ നല്ലൊരു ബ്ലൗസുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസാണ് നല്ല ഹൈലൈറ്റഡ് ആയിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു ഇക്കട്ട് പ്രിൻ്റൊക്കെ വരുന്ന ഒരു ബ്ലൗസാണ്. സോ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനൊരു കളക്ഷൻ നിങ്ങളുടെ വാർഡ്രോബിലേക്ക് മസ്റ്റ് ഹാവ് ആണ്. സോ ആർക്കെങ്കിലും ഈ ഒരു പീസ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ബാക്ക് ടു യു.